Dear students, this is our second part of the Pinus. That is, under this portion, we are going to discuss about the Pinus reproduction. Okay, ഇതൊരു essay question ആയിട്ട് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ളതാണ്. That is Pinus reproduction. So coming to the reproduction, like that of the any types we have studied so far, first we will discuss about the types of reproduction. In Pinus, it is purely sexually reproducing plant, so it is producing next generation only by means of sexual methods. Okay, so this here the plant body is prophytic. അത് നമ്മൾ ശ്രദ്ധിക്കണം. ദാറ്റ് ഇസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഹിയർ ദ നോർമൽ വിസിബിൾ പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് വിത്ത് ഡിപ്ലോയിഡ് സെൽസ്. സോ പ്ലാന്റ് ബോഡി ഈസ് സ്പോറോഫൈറ്റിക്. ദെൻ അടുത്ത ടേം എന്ന് പറയുന്നത് പൈനസ് ഈസ് മൊണീഷ്യസ്. ദാറ്റ് മീൻസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ സെയിം പ്ലാന്റ്. And here we can see the male and reproductive structures are present in different branches sometimes, but anyway it is present in the same plant. So here the flowers ennulla usage aanu, only a usage, because it is naked, it is with the naked flowers. That is, the male flower is representing the female genetical structure and male reproductive structures മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് കോൺസ് അല്ലെങ്കിൽ സ്ട്രോബിലേ, സിംഗുലർ ഫോം സ്ട്രോബിലസ് ആയിരിക്കും. സോ എനിവേ ബോത്ത് ആർ പ്രസൻറ്റ് ഇൻ ദ സെയിം പ്ലാന്റ്. സോ പൈനസ് ഈസ് മൊണീഷ്യസ്. ദെൻ മെനി മെയിൽ കോൺസ് ആർ പ്രസൻറ്റ് ടുഗദർ ഇൻ ദ ഫോം ഓഫ് ക്ലസ്റ്റേഴ്സ്. എപ്പോഴും മെയിൽ കോണ് ചെറുതുമായിരിക്കും, ഒരു കൂട്ടത്തോടെ കാണുന്നതുമായിരിക്കും. ആൻഡ് ഫീമെയിൽ കോൺ കൺസിസ്റ്റ്സ് ഓഫ് മെഗാസ്പോറോഫിൽസ് and male cone consists of microsporophylls. ഇത് നമ്മൾ ടെറഡോഫൈറ്റിലൊക്കെ പഠിച്ചതുപോലെ തന്നെയാണ്. ആൻഡ് ദ മെയിൽ കോൺ ഓൺ ദ പ്ലാന്റ് ഡെവലപ്പ് മച്ച് ഏർലിയർ ദാൻ ദ ഫീമെയിൽ കോൺ. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ദ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് പ്രൊട്രാൻഡ്രസ് നേച്ചർ. ദാറ്റ് ഈസ് ഇറ്റ് ദ പ്ലാന്റ് മൊണീഷ്യസ് ആണല്ലോ. അപ്പം നേച്ചർ എപ്പോഴും ക്രോസ് പോളിനേഷൻ പ്രിഫർ ചെയ്യും. അപ്പോൾ ഒരേ സമയത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നാൽ സെയിം പ്ലാന്റിൽ തന്നെയുള്ള മെയിലും ഫീമെയിലും തമ്മിൽ ക്രോസ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് മെയിൽ കോൺസ് ഏർലി മെച്യൂർഡ് ആവുന്നത്. സോ ഇറ്റ് യൂഷ്വലി ഫെർട്ടിലൈസസ് ദ egg developing in female cones of the nearby plants. So there the nature prefers cross pollination. അപ്പോൾ ഇതിൽ എത്രയാണ്? സ്പോറോഫൈറ്റിക്, മൊണീഷ്യസ് and the protrandrous nature, that is the male cones matures early. മെഗാസ്പോറോഫില്ലും മൈക്രോസ്പോറോഫില്ലും കൊണ്ടിട്ടാണ് മെയിൽ കോണും ഫീമെയിൽ കോണും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് വി വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ മെയിൽ സ്ട്രോബിലസ് ഓർ കോൺ. അപ്പോൾ ആദ്യം ഫിഗർ ശ്രദ്ധിക്കുക, ഫോട്ടോഗ്രാഫ് ശ്രദ്ധിച്ചാൽ അറിയാം. ആൻഡ് ദ മെയിൽ കോൺസ് ആർ അപ്പിയറിങ് ആസ് ക്ലസ്റ്റേഴ്സ്. കുരുകുരുകുരാന പിന്നെ എന്താണ് നീഡിൽ ലീഫിൻ്റെ സൈസും അതും കൂടെ. അപ്പോൾ അതൊന്ന് തന്നെ മനസ്സിലാക്കാം, മെയിൽ കോൺ വളരെ ചെറുതാണ്. ഓക്കെ, സോ ദ മെയിൽ കോൺസ് ഡെവലപ്പിംഗ് ക്ലസ്റ്റേഴ്സ് ഇൻ ദ ആക്സിൽസ് ഓഫ് സ്കെയിലി ലീവ്സ് ഓൺ ലോങ് ഷൂട്ട്. ലോങ് ഷൂട്ടിൻ്റെ അകത്തുള്ള സ്കെയിൽ ലീഫിൻ്റെ ആക്സിലിൽ നിന്നായിരിക്കും എന്തുണ്ടായി വരുന്നത്? മെയിൽ കോൺസ് ഉണ്ടായി വരുന്നത്. സോ ദേ റീപ്ലേസ് ഡോഫ് ഷൂട്ട്സ് ഓഫ് ദ ലോങ് ഷൂട്ട്. ലോങ് ഷൂട്ടിൻ്റെ പുറത്തുള്ള ഡോഫ് ഷൂട്ട് അങ്ങ് നശിച്ചു പോകും. അവിടെയാണ് എന്തുണ്ടായി വരുന്നത്? ഈ കോൺസ് ഉണ്ടായി വരുന്നത്. ഈച്ച് മെയിൽ കോൺ ഈസ് ഓവോയിഡ് ഇൻ ഷേപ്പ്. ഒരു ഓവൽ ഷേപ്പായിരിക്കും. ലൈൻ ഡയഗ്രാം ശ്രദ്ധിക്കുക. ആൻഡ് ദ ഷേപ്പ് ആൻഡ് ഇറ്റ് റേഞ്ചസ് ഫ്രം 1.5 to 2.5 സെൻറ്റിമീറ്റർ ലെങ്ത്. ഇത്ര ചെറുതാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അത്രയും വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ് ഇതിന് മെയിൽ കോണിനുള്ളത്. ഓക്കെ, ദെൻ ദിസ് ഫിഗർ, ആദ്യം ആ ഫിഗർ ശ്രദ്ധിക്കുക. There we can see the longitudinal section of male cone, that is dark കളറിൽ കാണിച്ചിരിക്കുന്നത്. It is the cone axis, and around the cone axis we can see the microsporophylls are arranged spirally. കണ്ടോ, സ്പൈറലായിട്ട് മൈക്രോസ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇപ്പുറത്തേക്ക് കാണിച്ചിരിക്കുന്നത് ബി ശ്രദ്ധിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ സിംഗിൾ മൈക്രോസ്പോറോഫിൽ ആൻഡ് ഇറ്റ് ഷോസ് ദ ലോവർ സർഫസ്. കണ്ടോ, അപ്പോൾ ലോവർ സർഫസിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ആൻഡ് ദിസ് മൈക്രോസ്പോറോഫിൽ ഈസ് വിത്ത് 2 separate regions.
one region which is lower portion and the താഴേക്ക് വരുന്ന portion, that is the fertile region, there we can see 2 microsporangia, 2 microsporangiയങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. And the outer part is spinous in nature and also it is എന്താണ് sterile, അതായത് ഫെർട്ടൈൽ അല്ലാത്ത പാർട്ടാണ്, ബിക്കോസ് ദർ ഇസ് നോ സ്പൊറാഞ്ചിയം ഇൻ ദാറ്റ് ഏരിയ. ആൻഡ് ദാറ്റ് സ്പൈനസ് റീജിയൻ ഈസ് കോൾഡ് ആസ് അപ്പോഫൈസിസ്. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ സി ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച്, അതിൻ്റെ സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ദർ വി ക്യാൻ സീ ദ പ്രൊട്രൂഡഡ് spinous region, that is apophysis is there and the sporangium is there കേട്ടോ. അപ്പോൾ ഒരു സ്പൊറാഞ്ചിയം മാത്രമാണ് സൈഡ് വ്യൂവിൽ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ക്രാക്ക് ചെയ്ത് തുറന്നിരിക്കുന്ന അവസ്ഥയിലാണ് മൈക്രോസ്പൊറാഞ്ചിയം കാണിച്ചിരിക്കുന്നത്. ദെൻ ഒരു ഡി ഫിഗറിൽ വി ക്യാൻ സീ ദ സ്ട്രക്ചർ ഓഫ് എ പോളൻ ഗ്രെയിൻ. അത് ഞാൻ അടുത്ത ഫിഗറിൽ ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ എന്താണ് കോൺ ആക്സിസ്, എൽഎസ് ഓഫ് മെയിൽ കോൺ ഷോസ് എ കോൺ ആക്സിസ്. Then so many microsporophylls are arranged spirally. അതിൻ്റെ സ്ട്രക്ചറുമാണ് നമ്മൾ നോക്കിയത്. ഇപ്പോഴത്തെ പേരിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ഈച്ച് മൈക്രോസ്പോറോഫിൽ ഇസ് സ്മോൾ മെംബ്രേനിയസ് ബ്രൗൺ കളർഡ് സ്ട്രക്ചർ. എ മൈക്രോസ്പോറോഫിൽ ഇസ് കമ്പയറബിൾ വിത്ത് ദി സ്റ്റേമൻ. സ്റ്റേമനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. വിത്ത് എ ടെർമിനൽ ലീഫി എക്സ്പാൻഷൻ, ഇറ്റ് ഈസ് ദ ടിപ്പ് ഓഫ് വിച്ച് ഇസ് പ്രൊജക്റ്റഡ് അപ്വേർഡ്സ് ആൻഡ് കോൾഡ് അപ്പോഫൈസിസ്. അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറ്റ് ഇസ് ദ സ്റ്റെറൈൽ പാർട്ട് ആൻഡ് ഫങ്ഷൻ ഈസ് പ്രൊട്ടക്ഷൻ. ദെൻ 2 pouch like microsporangia or pollen sacs നമ്മൾ കണ്ടു. ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓൺ ദ ലോവർ സർഫസ് ഓർ അബാക്സിയൽ ഓർ അണ്ടർ സർഫസ് ഓഫ് ദി മൈക്രോ. അപ്പോൾ ഇത് അകത്ത ഭാഗത്തിലേക്ക് വരും. ആൻഡ് ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയം ആർ പ്രസൻറ്റ് ഓർ ഇൻസൈഡ് ദ മൈക്രോസ്പൊറാഞ്ചിയം വി ക്യാൻ സീ മൈക്രോസ്പോർസ് ആർ ഡെവലപ്പിംഗ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? മിയോസിസ് വഴിയായിരിക്കും ഉണ്ടാകുന്നത്, ബിക്കോസ് ദ വിസിബിൾ പ്ലാന്റ് ബോഡി ഈസ് എ സ്പോറോഫൈറ്റ്. സോ അതിൽ അത്ര ഡെവലപ്മെൻറ്റ് സ്റ്റേജ് നിങ്ങൾക്ക് പഠിക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് മൈക്രോസ്പോർ മദർ ഇറ്റ് അണ്ടർഗോ മിയോസിസ് ആൻഡ് ഫോം മൈക്രോസ്പോർസ്. സോ ഈച്ച് മൈക്രോസ്പോർ ലേറ്റർ ഡെവലപ്പ് ഇൻ ടു, അത് മെച്ചുവർ ആയി കഴിയുമ്പോൾ നമ്മൾ അതിനെ പോളൻ ഗ്രെയിൻ എന്ന് പറയും. ഇവിടുത്തെ പോളൻ ഗ്രെയിൻ ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വിങ്ഡ് പോളൻ ഗ്രെയിൻ, വാട്ട് ഈസ് വിങ്ഡ് പോളൻ ഗ്രെയിൻ എന്ന് ചോദിക്കാറുണ്ട്. That is, നമുക്കറിയാം pollen grain is with a 2 protective cover, exane and outer exane and inner indate. The outer exane produces balloon-like structures on both sides. മനസ്സിലാ? ഫിഗർ നോക്കി അറിയാം. So it helps the pollen grain to fly away, because ജിംനോസ്പോം എല്ലാം എന്താണ്? അനമോഫില്ലസ് ആണ്, ബിൻ പോളിനേറ്റഡ് ആണ്. So this pollen grains are called as വിങ്ഡ് പോളൻ ഗ്രെയിൻ. സീഡ് ഉണ്ടായി വരുമ്പോഴും സീഡിനും എന്തുണ്ട്? വിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സർവൈവൽ കപ്പാസിറ്റീസ് മാക്സിമം ഇൻ കേസ് ഓഫ് പൈനസ്. അപ്പോൾ വിങ്ഡ് പോളൻ ഗ്രെയിൻ മനസ്സിലായോ? അപ്പം പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത് പോളൻ ചേമ്പറിൻ്റെ അകത്താണ്. പോളൻ ചേമ്പർ ഈസ് അതർവൈസ് കോൾഡ് ആസ് മൈക്രോസ്പൊറാഞ്ചിയ. അത് മൈക്രോസ്പോറോഫിലിൻ്റെ ലോവർ അണ്ടർ സർഫസ് അല്ലെങ്കിൽ അപാക്സിയൽ സൈഡിലാണ് കാണുന്നത്. അതിന് തന്നെ ലോവർ പോർഷനിലാണ് കാണുന്നത് 2 മൈക്രോസ്പൊറാഞ്ചിയ. അതിനകത്ത് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്തു വരും. പോളൻ ഗ്രെയിൻ അല്ല മൈക്രോസ്പോർ മെച്ചോസ് ടു പോളൻ ഗ്രെയിൻസ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ 2 വിങ്സ് ഡെവലപ്പ് ചെയ്തു വരും. ഇറ്റ് ഈസ് ആക്ച്വലി ഇത് എന്താണ് ഇറ്റ് ഈസ് ഡെവലപ്പിംഗ് ഫ്രം ദ എക്സ്. ഇറ്റ് ഹെൽപ്സ് ടു പോളൻ ഗ്രെയിൻസ് ടു സ്പ്രെഡ് ലോങ് ഡിസ്റ്റൻസസ്. ക്ലിയർ? നെക്സ്റ്റ് സ്ലൈഡ്, ദാറ്റ് ഈസ് ഫീമെയിൽ കോൺ. സോ ഫീമെയിൽ കോൺ എന്ന് പറയുന്നത് ഒബ്സർവ് ദ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആൻഡ് ലോഞ്ചിറ്റുഡൽ സെക്ഷൻ ഓഫ് യങ് ഫീമെയിൽ. അതൊക്കെ നമ്മൾ നോക്കിക്കോണമെന്ന് ഞാനത് പറയാൻ തുടങ്ങുന്നതാണ്, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. സോ വെൻ വി ആർ കമ്പയറിങ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ബിറ്റ്വീൻ ദ മെയിൽ കോൺ ആൻഡ് ഫീമെയിൽ കോൺ ഈസ് ലാർജ് ആൻഡ് ഇറ്റ് ഈസ് വെരി ടൈം ടേക്കൺ. ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് വളരെ സമയമെടുത്തിട്ടാണ് ഉണ്ടാകുന്നത്. കംപ്ലീറ്റ് മെച്യൂരിറ്റി നീഡ്സ് 3 years ഗ്രോത്ത്. അപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന് പറയുന്ന ഗ്രോത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഈച്ച് ഫീമെയിൽ കോൺ ഈസ് ഓവോയിഡ് സ്ട്രക്ചർ വെൻ യങ് ബട്ട് ബിക്കംസ് ഇലോങ്ങേറ്റഡ് ആൻഡ് സിലിണ്ടറിക് അറ്റ് മെച്യൂരിറ്റി. അപ്പോൾ അടുത്ത ഫിഗർ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം. സോ ദിസ് ഈസ് ദ ഇയർ ഓഫ് ഗ്രോത്ത്.
അപ്പോൾ ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കളർ യങ് ആയിരിക്കും റെഡ് ആയിരിക്കും എന്നൊക്കെ പറയും. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്പീഷീസ് വി ക്യാൻ സീ ഡിഫറെൻറ്റ് കളർ വേരിയേഷൻസ്. സോ ദിസ് എ ഫസ്റ്റ് ഫിഗറിൻ്റെ ആക്ച്വൽ ഒരു കോണാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ദറ്റ് ദ കോൺ ഈസ് ഫ്ലഷി. സോ സംടൈംസ് ഹിയർ ഇറ്റ് ഈസ് യെല്ലോയിഷ് ഗ്രീൻ, ചെറിയ യെല്ലോ ടിഞ്ച് ഉണ്ട്. ആൻഡ് സംടൈംസ് ഇറ്റ് വിൽ ബി ഓറഞ്ചിഷ് റെഡ് ആയിട്ട് ചില സ്പീഷീസിൽ വരും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഫ്ലഷി, നമുക്ക് കൈ പിടിച്ചതിങ്ങനെ ഞെങ്ങും, മനസ്സിലായോ? ദെൻ ഇൻ ദ സെക്കൻഡ് ഇയർ സ്ലോലി വി ക്യാൻ സീ ദ സ്കെയിൽ ലീവ്സ് ആർ ആൻഡ് മെഗാസ്പോറോഫിൽസ് ആർ സ്ലോലി ഡിറ്റാച്ചിങ്. കണ്ടോ, ആ തുറന്ന് ഇങ്ങനെ വരും. ആൻഡ് ദ തേർഡ് ഇയർ ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ്ലി മെച്ചുവേർഡ് കണ്ടീഷൻ. ഇത് നിങ്ങൾ ഈ ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നൊക്കെ വന്ന് വെച്ചിട്ടുണ്ടാകും +2 ടൂറിൻ്റെ ഇടയിലൊക്കെ. സോ ഹിയർ ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് കണ്ടീഷൻ ഓഫ് ദി കോൺ. ദാറ്റ് ഈസ് നൗ ഇറ്റ് ഈസ് ലൈക്ക് എ വുഡ് ഫ്ലവർ. കംപ്ലീറ്റ്ലി ഇറ്റ് ബിക്കംസ് വുഡി. കേട്ടോ, അപ്പോൾ 3 വർഷം എടുക്കും ഇത് ശരിക്കും മെച്ചുവേർഡായി വരാൻ. ഫസ്റ്റ് ഇയർ ഇറ്റ്സ് വെരി യങ്, സെക്കൻഡ് ഇയർ സ്ലോലി ഇറ്റ് ഈസ് മെച്ചുറിങ്, and the third year it is completely matured and woody. Okay, then female cone inde LS എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. Like that of the male cone, here also we can see a cone axis. Then many megasporophylls are arranged spirally on the cone axis. Then a few megasporophylls present at the base at the and the apex are sterile. അപ്പോൾ ഞാനിത് പറഞ്ഞു പോകുന്നതിനെക്കാട്ടി ഇപ്പുറത്ത് കാണിക്കട്ടെ. So here we can see the figure. Centrally located cone axis is there. Lower പോർഷനിലും ഏറ്റവും ടിപ്പിലും സ്റ്റെറൈൽ ആയിട്ടുള്ള മെഗാസ്പോറോഫില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ മെഗാസ്പോറോഫിലിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈച്ച് മെഗാസ്പോറോഫിൽ കൺസിസ്റ്റ്സ് ഓഫ് 2 types of scales. ഇത് ശ്രദ്ധിക്കണേ, ഇത് 4 മാർക്കിന് ചോദിക്കും. മെഗാസ്പോറോഫിലിന് 2 പാർട്ടുണ്ട്, 2 സ്കെയിൽ ലീവ്സ് ഉണ്ട്. ദേ ആർ നോൺ ആസ് ബ്രാക്ട് സ്കെയിൽ ആൻഡ് ഓവുലിഫറസ് സ്കെയിൽ. ദെൻ ബ്രാക്ട് സ്കെയിൽ ആർ വെരി തിൻ ഡ്രൈ. ഓക്കെ, അതിൽ ദേ ആർ അതർവൈസ് കോൾഡ് ആസ് കാർപ്പിലറി സ്കെയിൽ. അതൊരു പ്രൊട്ടക്ഷൻ പോലെ മാത്രം ആക്ട് ചെയ്യുന്നതാണ് ബ്രാക്ട് സ്കെയിൽ. ബട്ട് ഓവുലിഫറസ് സ്കെയിൽ ആ പേര് തന്നെയുണ്ട്. ഇറ്റ് ഈസ് ഡെവലപ്പിംഗ് ഫ്രം ദ ഓവുലിഫറസ് സ്കെയിൽ വി ക്യാൻ സീ ദ ഓബ്യൂൾസ് ആർ ഡെവലപ്പിംഗ്. അപ്പം മെയിൽ മൈക്രോസ്പോറോഫിലിൽ 2 പോളൻ സാക്ക് അല്ലെങ്കിൽ പോളൻ ചേമ്പർ അല്ലെങ്കിൽ മൈക്രോസ്പോറാഞ്ചി ഉണ്ടായിരുന്നു. ഹിയർ ഇൻ ഓവുലിഫറസ് സ്കെയിൽ ഓൾസോ വി ക്യാൻ സീ 2 ഓവ്യൂൾസ്. 2 ഓവ്യൂളാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ദാറ്റ് ഈസ് ഇതിലെ സി ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓവ്യൂൾസ് 2 ഓവ്യൂൾ ഇരിക്കുന്നത് എൻ്റെ ലോവർ പോർഷനാണ്. അതിൽ ബി ഫിഗർ ശ്രദ്ധിച്ചാൽ അറിയാം. ദർ വി ക്യാൻ സീ എ ലാർജ് സ്കെയിൽ ലീഫ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ ഓവുലിഫറസ് സ്കെയിൽ and the smaller one are called ബ്രാക്ട് സ്കെയിൽ. അപ്പോൾ ഈ ഓവുലിഫറസ് സ്കെയിലിൻ്റെ ഉൾവശത്തിലായിരുന്നു എന്ത് കാണുന്നത്, 2 ഓവ്യൂൾ കാണുന്നത്. ആൻഡ് ഓവുലിഫറസ് സ്കെയിൽ ഈസ് പ്രസൻറ്റ് അറ്റ് ദ അപ്പർ സർഫസ് ഓഫ് ഈച്ച് ബ്രാക്ട് സ്കെയിൽ. ഈച്ച് ഓവുലിഫറസ് സ്കെയിൽ ഈസ് വുഡി, ബിഗർ ആൻഡ് സ്റ്റൗട്ടർ ദാൻ ദ ബ്രാക്ട് സ്കെയിൽ. ചില സ്പീഷീസിൽ തിരിഞ്ഞ് വരാറുണ്ട് കേട്ടോ. എ ബ്രോഡ് സ്റ്റെറൈൽ സ്ട്രക്ചർ വിച്ച് പോയിൻറ്റഡ് ടിപ്പ് is at the apex and this is apophysis. മറ്റതിലെ പോലെ തന്നെ here also we can use the term apophysis. Then at the base of upper surface of each ovuliferous scale are present 2 sessile naked ovules. 2 naked, അതായത് നോൺ എസെൻഷ്യൽ വേൾഡ്സ് ആയ പെറ്റലും സെപ്പലും ഒന്നുമില്ല. സോ ഓവ്യൂൾസ് ആർ നേക്കഡ്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓവ്യൂൾ micropyle of each ovule faces towards the cone axis. cone axisൻ്റെ അടുത്തോട്ടായിരിക്കും അതിൻ്റെ ഓവ്യൂളിൻ്റെ ദ്വാരം വരുന്ന ഭാഗം വരുന്നത്. ത്രൂ ദാറ്റ് micropyle normally the pollen അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ് enters. സോ ഈച്ച് ഓവ്യൂൾ ഈസ് ഓർത്തോട്രോപ്പസ്. ഒറ്റ ലൈനിൽ വരുമ്പോൾ സ്റ്റോക്കും എല്ലാം ഒറ്റ ലൈനിൽ വരുന്നതുകൊണ്ട് ദ ടൈപ്പ് ഇസ് ഓർത്തോട്രോപ്പസ് ആൻഡ് ഇറ്റ് റിമെയിൻസ് സറൗണ്ടഡ് ബൈ എ സിംഗിൾ ഇൻഡഗുമെൻറ്റ്. അപ്പോൾ നോർമൽ ആൻജിയോസ്പെർമിക് പ്ലാന്റ്സിലാണെങ്കിൽ നമുക്കറിയാം ഇൻഡഗുമെൻറ്റിൻ്റെ എണ്ണം 2 to 3 ആയിരിക്കും. ഹിയർ ഇറ്റ് ഇസ് ഇൻഡഗുമെൻറ്റ് അല്ലെങ്കിൽ ദറ്റ് പ്രൊട്ടക്റ്റീവ് സിംഗിൾ ലെയർഡ് ആയിരിക്കും പ്രൊട്ടക്റ്റീവ് കവർ. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഡഗുമെൻറ്റ്. കൺസിസ്റ്റ്സ് ഓഫ് ആൻ ഔട്ടർ ഫ്ലഷി ആൻഡ് മിഡിൽ സ്റ്റോണി ആൻഡ് ഇന്നർ ഫ്ലഷി ലെയർ. അപ്പം അതിൽ ഇൻഡഗുമെൻറ്റിന് 3 പാർട്ടുണ്ട്.
outer fleshy, middle stony and inner fleshy layer. Then integument surrounds the megasporangium or nucellus. അപ്പോൾ ഇതിൽ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആ ന്യൂസെല്ലസിനെയാണ് നമ്മൾ മെഗാസ്പൊറാഞ്ചിയം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഇൻസൈഡ് ദ ന്യൂസെല്ലസ് വി ക്യാൻ സീ 2 ആർക്കിഗോണിയംസ്, 2 ആർക്കിഗോണിയംസ് അതിനകത്താണ് വരുന്നത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കുറച്ച് പാർട്ട് ഇനിയുണ്ട് കേട്ടോ, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് പറയാനുണ്ട്. എങ്കിലും ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ ഫ്ലോയിൽ വേണം പറഞ്ഞു വരാൻ. ദാറ്റ് ഇസ് മെയിൽ ഗാമറ്റോഫൈറ്റ്. സോ മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ +2 മുതലേ നിങ്ങൾക്കറിയാം മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് മെയിൽ ഗാമറ്റോഫൈറ്റ്. ഫസ്റ്റ് A, B, C അങ്ങനെ നോക്കിക്കോളാം. ദാറ്റ് ഈസ് A ആസ് എ റിസൾട്ട് ഓഫ് മിയോസിസ്, that is microspore mother cell undergo meiosis and form 4 microspores, and each microspore develops into matured pollen grains. They are with wings, so winged pollen grain B. And then ഇതിന് ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് when it reaches the female structure. ഫീമെയിൽ അതായത് മൈക്രോപൈൽ വഴി ഓവ്യൂളിൻ്റെ അകത്ത് കയറിയാൽ മാത്രമേ ഇനി വരുന്ന ഡെവലപ്മെൻറ്റ്സ് നടക്കത്തുള്ളൂ. ആൻഡ് ആസ് എ റിസൾട്ട് ഇനി നമ്മൾ C മുതൽ നോക്കേണ്ടത് നൗ ഇറ്റ് ഇസ് ഇൻ ഓവ്യൂളിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു. സോ ഇറ്റ് അണ്ടർഗോ ഡിവിഷൻസ്. ഡെവലപ്മെൻറ്റ് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. ദാറ്റ് ഈസ് ഇറ്റ് അണ്ടർഗോ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ, എ പ്രോത്താലിയൽ സെൽ ആൻഡ് എ ജനറേറ്റീവ് സെൽ. അതൊന്നും പിന്നെ പറയണ്ട കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഈ പടം വരയ്ക്കണമൊന്നുമില്ല. ആൻഡ് ദർ വി ക്യാൻ സീ ദ എന്താണ് tubes, generative cell and tube cell formation, and the intestine grows as a pollen tube. അത്രയും വരുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ആൻജിയോസ്പേമിൻ്റെത് പോലെയാണ്. ഒൺലി ഡിഫറൻസ് ഈസ് ദ പോളൻ ഗ്രെയിൻസ് ആർ വിങ്ഡ്. ഓക്കെ, ദെൻ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഓവ്യൂളിൻ്റെ അകത്തെ ഡെവലപ്മെൻറ്റാണ്. കുറച്ച് ആ യങ് കണ്ടീഷൻ മാറിയിട്ട് there we can see the megagametophite. Megagametophite എന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ദ ന്യൂസെല്ലാർ റീജിയൻ. ആൻഡ് യു ക്യാൻ സീ ദ മൈക്രോപൈൽ ഇങ്ങനെ ചേർന്ന് അടഞ്ഞിരിക്കുകയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ബാക്ക് ടു ദി മൈക്രോപൈൽ there we can see a space. There we can see the pollen grains. pollen grain അകത്തേക്ക് വന്നു കഴിഞ്ഞു. So the micropyle now it is closed. And that a small area where we can see the pollen grain is called as pollen chamber. അപ്പോൾ അതിനെയാണ് പോളൻ ചേംബർ എന്ന് എക്സാമിന് ചോദിക്കുമ്പോൾ പിള്ളേർ തെറ്റിച്ചൊക്കെ എഴുതും. എന്താണ് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ പാട്ടാണെന്നൊക്കെ എഴുതും. പോളൻ എന്നുള്ള വാക്ക് കിടക്കുന്നുണ്ട്. ആക്ച്വലി ഇത് പോളൻ ചേംബർ ഇസ് എ റെസ്റ്റിംഗ് സ്പേസ് ഫോർ ദിസ് എൻറ്ററിങ് പോളൻ ഗ്രെയിൻസ് വിച്ച് ഈസ് ഇൻസൈഡ് ദ ഓവ്യൂൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ലോങ് ടൈം ടു ഫോം ദ മെയിൽ ഗാമറ്റോഫൈറ്റ്. ഒരു 6 മാസം മുതൽ 1 വർഷം വരെ ഇതിനകത്ത് പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്യാതിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇതിനൊരു പോളൻ ചേംബറുണ്ട്. ദെയർ ദ ഓവ്യൂൾ സെക്രീറ്റ്സ് എ ഷുഗറി സിറപ്പ് ജ്യൂസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ ആണോ? അപ്പോൾ ഇത് നിങ്ങളൊന്ന് വരച്ച് പഠിക്കേണ്ടതാണ്. ദാറ്റ് ഇസ് ആർക്കിഗോണിയം നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സെല്ല് അതെല്ലാം നമ്മൾ ബ്രയോഫൈറ്റ് മുതൽ പഠിക്കുന്ന അതേ സ്ട്രക്ചർ തന്നെയാണ്. ജസ്റ്റ് ഈ പടം ഒന്ന് വരച്ച് പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ഹിയർ ദ മെഗാസ്പൊറാഞ്ചിയം ഇസ് നത്തിങ് ബട്ട് ദ ന്യൂസെല്ലാർ റീജിയൻ വിത്ത് ദ 2 ആർക്കിഗോണിയം. ഇൻസൈഡ് ദ ആർക്കിഗോണിയം വി ക്യാൻ സീ ദ എഗ് സെൽസ്. എന്നിട്ട് ഇതിലേക്കാണ് ഈ സ്ഥലത്തൂടെയാണ് പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്ത് വരുന്ന വരച്ചിട്ടുണ്ട് കേട്ടോ. പോളൻ ട്യൂബ് റീച്ചസ്. അപ്പോൾ പോളൻ ട്യൂബ് വന്നു കഴിഞ്ഞാൽ നൗ വി ക്യാൻ സേ ഇറ്റ് ആസ് മെയിൽ ഗാമറ്റോഫൈറ്റ്. ഓക്കെ, ഇനി 2-3 സ്പെഷ്യാലിറ്റീസ് ഇതിനെപ്പറ്റി പറയാനുണ്ട്. ദാറ്റ് ഈസ് ദ പോളിനേഷൻ ഓഫ് ജനറൽ ക്യാരക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ദാറ്റ് ഈസ് ഹിയർ ദ പൈനസ് ഈസ് പോളിനേഷൻ ഇസ് അനിമോഫില്ലസ്. ഇവിടെ 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സൾഫർ ഷവർ അല്ലെങ്കിൽ ഷവർ ഓഫ് സൾഫർ. ഓക്കെ, അതിൻ്റെ ആക്ച്വൽ ഫോട്ടോഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സൾഫർ ഷവർ is an interesting phenomenon related to the pollination of in Pinus. When the male cone mature, they discharge large quantities of pollen grains into the air and it appears as yellow cloud. Yellow cloud because the pollen grains are with wings. അതുകൊണ്ട് അത് കൂട്ടത്തോടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പറന്നു പോകും. സോ ഇറ്റ് അപ്പിയേഴ്സ് എസ് ക്ലൗഡ്. അപ്പോൾ ഒരു സൾഫർ എന്ന് പറഞ്ഞിട്ട് സൾഫറിൻ്റെ കളർ അറിയാമല്ലോ, ലൈറ്റ് യെല്ലോ കളറാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ ഒരു
പോളിനേഷൻ ടൈമിൽ അനിമോഫില്ലസ് നേച്ചറിൽ ഇത് പറന്നു പോകുന്ന ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷവർ ഓഫ് സൾഫർ അല്ലെങ്കിൽ സൾഫർ ഷവർ. പിന്നെ വൺ മോർ ഒരു എന്താണ് സ്പെഷ്യാലിറ്റി ഈസ് ദെയർ, ദാറ്റ് ഈസ് pollination drop formation. So this figure shows it is the close of view of the micropylar region. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രോപ്പ്, ഒരു ഹണി പോലെ ഒരു ഡ്രോപ്പ് വന്നിരിക്കുന്നു. ആൻഡ് ദാറ്റ് ഡ്രോപ്പ് ഈസ് വിത്ത് പ്ലെൻറ്റി ഓഫ് പോളൻ ഗ്രെയിൻസ്. അല്ല മഞ്ഞ കളർ പി എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് പോളൻ ഗ്രെയിൻസ് കുറേ പറ്റിക്കഴിയുമ്പോഴത്തേന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ പോളിനേഷൻ ഡ്രോപ്പ് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. നൗ ദ പോളൻ ഗ്രെയിൻസ് ആർ ഇൻസൈഡ് ദ ഡ്രോപ്പ്. നൗ ഇറ്റ് ഇസ് ഇറ്റ് അബ്സോർബ്സ്. അപ്പോൾ അത് നേരെ അകത്ത് പോയിട്ട് അത് എവിടെ വീഴും, പോളൻ ചേമ്പറിനകത്ത് വീഴും. സോ ദാറ്റ് പോളിനേഷൻ ഡ്രോപ്പ് മെക്കാനിസം എന്നാണ് അതിനെ പറയുന്നത്. സോ ദ പോളിനേഷൻ ഡ്രോപ്പ് ഇസ് എ ലിക്വിഡ് സെക്രീഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഓവ്യൂൾ ആൻഡ് എക്സ്പോസ്ഡ് ഔട്ട്സൈഡ് ദ മൈക്രോപൈൽ. ഇൻ മെനി ജിംനോസ്പേംസ് പോളൻ ലാൻഡ്സ് ഓൺ ദ സർഫേസ്. ജനറലായിട്ട് എഴുതിയേക്കുന്നതാണ് പോളിനേഷൻ ഡ്രോപ്പ് ആൻഡ് റീഹൈഡ്രേറ്റ്സ്. അപ്പോൾ തന്നെ പോളൻ ഗ്രെയിൻസ് കുറച്ച് എന്താണ് ഉണങ്ങി പറന്ന് വരുന്ന പോളൻ ഗ്രെയിൻ ഹൈഡ്രേറ്റഡ് ആവും. So it is rehydrates and enters the ovule as the drop retracts. അകത്തേക്ക് ഉൾവലിഞ്ഞ്. That mechanism is called as pollination drop mechanism. ക്ലിയർ ആണ്? ഇതും 2 മാർക്സിന് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ദിസ് ഇസ് എ സ്ട്രക്ചർ ഓഫ് ദ സീഡ്. ഇതൊന്നും ഒരുപാട് നിങ്ങളങ്ങ് പഠിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നൗ ദ 2 ovules turned into seed. And the seed is more or less same structure. We can see the presence of cotyledon and seed is also with the wings. അപ്പോൾ അതും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. The seed can grow or fly and seed dispersal നല്ല മാക്സിമം ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് the seed is also with wings. Then here we can see this Pinus life cycle. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സ്പോറോഫൈറ്റിക് പ്ലാന്റിൽ നിന്ന് ശ്രദ്ധിക്കുക. ഫുള്ളി ഗ്രോൺ കോണിഫറസ് പൈനസ്. ദെൻ ദർ വി ക്യാൻ സീ ദ എന്താണ് മെയിൽ കോൺ, ഫീമെയിൽ കോൺ. അതിനാണ് സീഡ് കോൺ, പോളൻ കോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ കേട്ടോ. അപ്പോൾ സീഡ് കോൺ ഈസ് എ ഫീമെയിൽ കോൺ, മറ്റത് മെയിൽ കോൺ. ആൻഡ് പോളൻ ചേംബർ ആൻഡ് ഓവുലിഫറസ് സ്കെയിൽ, ഓവ്യൂൾസ് ആർ ഡെവലപ്പിംഗ്. ഓവ്യൂൾ, ദെൻ എന്താണ് microspores, then microspore develop into winged pollen grain. Ovule, inside of the ovule we can see the meiosis formation and form the archegonium ready ആയി വരുന്നു കേട്ടോ. ആൻഡ് ആർക്കിഗോണിയത്തിൻ്റെ അകത്ത് പോളൻ ഗ്രെയിൻസ്, പോളൻ ചേംബർ ഡെവലപ്പ് ചെയ്ത് വരുന്നു, സ്പേം ഉണ്ടാവുന്നു. ഇറ്റ് ഫ്യൂസസ് വിത്ത് ദി എഗ് ഇൻസൈഡ് ടു ആർക്കിഗോണിയം. ആർക്കിഗോണിയത്തിൻ്റെ അകത്ത് 2 സൈഗോട്ട്, രണ്ടിലും ഉണ്ട് കേട്ടോ, ഒന്നേ ലേബൽ ചെയ്തിട്ടുള്ളൂ. സൈഗോട്ട് ഡെവലപ്സ് ആൻഡ് സൈഗോട്ട് ലേറ്റർ ഓൺ ഡെവലപ്സ് ഇൻ ടു ദ എംബ്രിയോ ആൻഡ് സീഡ് ഫോർമേഷൻ. ആൻഡ് സീഡ്സ് ആർ വിത്ത് വിങ്സ്. ഇറ്റ് ഫ്ലൈ ആൻഡ് ഗ്രോ and falls on a suitable substratum. It grows into a normal sporophytic plant. This is the alternation of generation or life cycle. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഒരു തവണ ഇങ്ങനെ പറഞ്ഞു പോയി, നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ സ്ലൈഡ് കാണാം. അതുകൊണ്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. There we can see where we can see this meiosis occurs, where fertilization occurs. So meiosis haploid ആവുന്നു, fertilization വഴി അത് ഡിപ്ലോയിഡ് ആവുന്നു. So the sporophytic generation starts from the zygote. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.